ഹായ് ഫ്രണ്ട്സ്, ബിഗ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലാത്ത ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോ അതേപടി കോപ്പി ചെയ്യുന്നത് വളരെയധികം അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. ഒന്നാമത്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ 3 മാസമാണോ അതല്ല 1 ഇയർ ആണോ അല്ലെങ്കിൽ 10 ഇയർ ആണോ എന്ന് നമുക്കറിയില്ല. ഓരോ ഇൻവെസ്റ്റേഴ്സിനും അവരുടേതായ ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി ഉണ്ടായിരിക്കും. മറ്റൊന്ന്, അവർ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നോ എപ്പോഴാണ് അവർ എക്സിറ്റ് ചെയ്യുന്നതെന്നോ അതിൻ്റെ ഒന്നും കൃത്യമായ റിയൽ ടൈം ഇൻഫർമേഷൻ നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. ഒരു ക്വാർട്ടറിൻ്റെ അവസാനമായിരിക്കും നമുക്ക് ആ വിവരങ്ങൾ കിട്ടുക. അപ്പോൾ അപ്പോഴേക്കും ആ സ്റ്റോക്കിൽ ഒന്നുകിൽ വലിയൊരു റാലി നടന്നതിൻ്റെ പീക്കിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ വലിയൊരു ക്രാഷ് നടന്ന് താഴോട്ട് പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ആ ഇൻവെസ്റ്റർ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ അറിയാതെയായിരിക്കും ഈ സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അതുപോലെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ബിഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കാണുന്നത്, അവർ 1% കൂടുതൽ ഒരു സ്റ്റോക്കിൽ ഹോൾഡിംഗ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ പേരുകൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്റ്റോക്കിൽ 1% കുറവാണ് അവരുടെ ഹോൾഡിംഗ് എങ്കിൽ, ഉദാഹരണത്തിന് ആശിഷ് കച്ചോലിയക്ക് 0.9% ഹോൾഡിംഗ് മാത്രമേ ഒരു സ്റ്റോക്കിലുള്ളൂ എങ്കിൽ ആ സ്റ്റോക്കിൽ ആശിഷ് കച്ചോലിയ ഇൻവെസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ അവരത് ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പനികൾ അത് ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയുകയുള്ളൂ. അതുകൂടാതെ ഈ ബിഗ് HNI ഇൻവെസ്റ്റേഴ്സിന് സാധാരണ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സിന് സംഭവിക്കുന്നത് പോലെയുള്ള എല്ലാ തെറ്റുകളും അവർക്കും സംഭവിക്കാറുണ്ട്. അവർ റോങ് ആയിട്ട് സ്റ്റോക്കുകൾ വിൽക്കാറുണ്ട്, തെറ്റായ സ്റ്റോക്ക് സെലക്ഷൻ അവർ നടത്താറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളൊരു ബിഗ് HNI ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോയെ സമീപിക്കാൻ. അപ്പോൾ R4യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ട്രെൻഡ് ലൈൻ പോലെയുള്ള സൈറ്റുകളിൽ നോക്കിയാൽ നമ്മൾ 80ഓളം ബിഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ കാണാൻ കഴിയും. ഏറ്റവും വലിയ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ വർത്തുള്ള മുകേഷ് അംബാനി മുതൽ 1 കോടി അതല്ലെങ്കിൽ 10 കോടിയൊക്കെ മാത്രം വാല്യൂ ഉള്ള പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 1000 കോടിക്ക് മുകളിൽ പോർട്ട്ഫോളിയോ വാല്യൂ ഉള്ള 19 ബിഗ് ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് ലിസ്റ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഒരേപോലെ ആക്റ്റീവായിട്ട് ബൈങ്ങും സെല്ലിങ്ങും നടത്തുന്നവരല്ല. ഉദാഹരണത്തിന്, ഏറ്റവും അധികം നെറ്റ്വർത്തുള്ള മുകേഷ് അംബാനി, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ പറ്റിയ 2 സ്റ്റോക്കുകൾ മാത്രമാണ്. ഒന്ന് റിലയൻസും മറ്റൊന്ന് ജിയോയും. രണ്ടും 19% ഹോൾഡിംഗ് ആണ് നമുക്ക് സെപ്റ്റംബർ ക്വാർട്ടറിൽ കാണാൻ കഴിയാം. ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ ആ ഒരു ഹോൾഡിങ്ങിൽ അദ്ദേഹം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല, പുതിയ ഏതെങ്കിലും സ്റ്റോക്കുകൾ ബൈ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതുപോലെ നമ്മൾ രാധാകൃഷ്ണൻ ദമാനി എന്ന് പറയുന്ന മറ്റൊരു ബിഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ അവിടെ 13ഓളം സ്റ്റോക്കുകൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ കാണാൻ കഴിയും. അദ്ദേഹം ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ യാതൊരു ഫ്രഷ് ബൈങ്ങും നടത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം VST ഇൻഡസ്ട്രീസിൽ ഏകദേശം 5% സ്റ്റേക്ക് കുറച്ചതായിട്ട് കാണാം. കാരണം അവന്യൂ സൂപ്പർ മാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ഈ ഒരു VST ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ അത് 34%-ൽ നിന്ന് 29% കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ പ്രേംജി അസോസിയേറ്റ്, വിപ്രോയുടെ പ്രൊമോട്ടറായിട്ടുള്ള അസിം പ്രേംജിയുടെ അസോസിയേറ്റ് കമ്പനിയിൽ അവർ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ യാതൊരു ഫ്രഷ് ബൈങ്ങും നടത്തിയിട്ടില്ല. ആ ഒരു പോർട്ട്ഫോളിയോയിൽ ആകെയുള്ള ഒരു സ്റ്റോക്ക് വിപ്രോ മാത്രമാണ്. ആ വിപ്രോ തന്നെ 72.8% ഹോൾഡിംഗ് ആണുള്ളത്. അത് ജസ്റ്റ് 0.1% മാത്രം കുറഞ്ഞിട്ട് 72.7% ഹോൾഡിംഗ് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ യാതൊരുവിധ ഫ്രഷ് ബൈങ്ങും നടത്താത്ത ധാരാളം ബിഗ് ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആശിഷ് ധവാൻ, അദ്ദേഹത്തിന് യാതൊരുവിധ ഫ്രഷ് ബൈങ്ങും കഴിഞ്ഞ ക്വാർട്ടർ നടത്തിയില്ല. സുനിൽ സിംഘാനിയ നടത്തിയിട്ടില്ല. അതുപോലെ ഭാവുക് ത്രിപാഠി നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ അനൂജ് ആനന്ദ് റായ് സെത്ത് ആൻഡ് അസോസിയേറ്റ്സ്, അവർ യാതൊരുവിധ ബൈങ് നടത്തിയിട്ടില്ല. മാത്രമല്ല ഇവരുടെ നിലവിലുള്ള പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്കുകളിൽ ഏതെങ്കിലും സ്റ്റേക്ക് കൂട്ടുകയും ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ബിഗ് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 1000 കോടിക്ക് മുകളിൽ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ വാല്യൂ ഉള്ള ഇൻവെസ്റ്റേഴ്സിൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ പുതിയ സ്റ്റോക്കുകൾ കഴിഞ്ഞ ക്വാർട്ടറിൽ വാങ്ങിയത് ആരൊക്കെയാണെന്നും അത് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്നും ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമ്മൾ അന്തരിച്ച രാകേഷ് ജുൻജുൻവാലയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള രേഖ ജുൻജുൻവാലയും അടങ്ങിയിട്ടുള്ള രാകേഷ് ജുൻജുൻവാല അസോസിയേറ്റ്സിൻ്റെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫ്രഷ് ബൈങ് കഴിഞ്ഞ ക്വാർട്ടറിൽ അവർ നടത്തിയിട്ടുള്ളത് ബസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്ന് പറയുന്ന സ്റ്റോക്കിലാണ്. അതിലവർ 3.65% ഒരു ഹോൾഡിംഗ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്ന് പറയുന്നത് 2013 ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനിയാണ്. ഇത് ഫാഷൻ റീറ്റെയിൽ രംഗത്ത് വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലും കാണുന്ന ഒരു റീറ്റെയിൽ ചെയിനാണ്. ഈ സ്റ്റോക്ക് പുതുതായിട്ട് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 6 ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേ ഉണ്ടായിരുന്നത്.
അന്ന് അതിൻ്റെ IPO പ്രൈസ് 389 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് നടന്നത് 399 രൂപയ്ക്കാണ്. അതായത് ഏകദേശം 2% ഒരു ഗെയിൻ മാത്രമാണ് ഈ സ്റ്റോക്ക് IPO ഇൻട്രഡക്ഷനിലൂടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില 346 കുറഞ്ഞതായിട്ടും കാണാം. അപ്പോൾ ഏകദേശം 11% ഒരു ലോസാണ് IPOയിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ വളരെ ഹൈ ആണ്. 113 എന്ന PE-യിലാണ് കാണാൻ കഴിയുക. കൂടാതെ ഈ കമ്പനിയിൽ നല്ല ഡെറ്റ് ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1.87% ആണ്. ഇപ്പോൾ രാകേഷ് ജുൻജുൻവാലയുടെ പുതിയ സ്റ്റോക്ക് ഇതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു വലിയ ഒരു HNI ഇന്ത്യൻ ഇൻവെസ്റ്റർ ആയിട്ടുള്ള മുകുൾ അഗർവാളിൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 5 പുതിയ സ്റ്റോക്കുകൾ അദ്ദേഹം പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ട് കാണാം. അതിൽ ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോകെമിക്കൽസ് കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ ജഗ്സോൺ പാൽ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഉണ്ട്, സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽസ് ലിമിറ്റഡ് ഉണ്ട്, റൈമണ്ട്സ് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇവരുടെ ഹോൾഡിംഗ് കാണാൻ കഴിയുന്ന സ്റ്റോക്ക് ASM ടെക്നോളജീസ് എന്ന സ്റ്റോക്കിലാണ്. അതാണ് പുതുതായിട്ട് ഇവർ ആഡ് ചെയ്ത ഏറ്റവും അധികം ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച സ്റ്റോക്ക്. അത് 6.5% ഒരു ബൈങ് ആണ് ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ASM ടെക്നോളജീസ് എന്ന് പറയുന്നത് കൺസൾട്ടിങ്ങും അതുപോലെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സർവീസസും എൻജിനീയറിംഗ് സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലയിലൊക്കെയുള്ള ഒരു കൺസൾട്ടൻസി കമ്പനിയാണ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 1671 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. 1420 ഇപ്പോഴത്തെ പ്രൈസ്. 52 വീക്ക് ഹൈയിൽ നിന്നും 23% ഇപ്പോൾ അത് ഡൗൺ ആണ്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് വളരെ വീക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. ROCE മൈനസാണ്, ROE മൈനസാണ്. ഒരു അണ്ടർ പെർഫോം ചെയ്തു വരികയായിരുന്നു ഈ സ്റ്റോക്കിൽ. 2024 ജനുവരി മുതലാണ് ഒരു റാലി നടന്നതെന്ന് കാണാൻ കഴിയും. ആ റാലി ഒരു വമ്പിച്ച റാലിയായിരുന്നു. തിരിഞ്ഞു നോക്കാത്ത രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് ആ സ്റ്റോക്കിൽ ഉണ്ടായത്. ഹൈ 1864 വരെ പോയിരുന്നു. 442 എന്ന പ്രൈസിൽ നിന്നാണ് ഈ ഒരു റാലി ഈ സ്റ്റോക്കിൽ ആരംഭിച്ചത്. ഇതിൻ്റെ ഒരു മീഡിയൻ PE 52 എന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE നമുക്ക് കാണാൻ കഴിയുന്നത് 823 എന്നുള്ള ഒരു ഹിമാലയൻ PE ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ മുകുൾ അഗർവാളിന് നല്ലൊരു പ്രോഫിറ്റ് അദ്ദേഹം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആശിഷ് കച്ചോലിയ, അദ്ദേഹം സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വളരെയധികം അത് പിക്ക് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വളരെയധികം ഫേമസ് ആണ്. അദ്ദേഹം 7 പുതിയ സ്റ്റോക്കുകൾ കഴിഞ്ഞ ക്വാർട്ടറിൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തായിട്ട് കാണാൻ കഴിയും. അതിൽ ജ്യോതി സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഭാരത് പാരൻറ്റേറൽസ് ലിമിറ്റഡ് ഉണ്ട്, അതുപോലെ E2E നെറ്റ്വർക്ക്സ് ലിമിറ്റഡ് ഉണ്ട്, അദ്വൈത് ഇൻഫ്രാടെക് ലിമിറ്റഡ് ഉണ്ട്, എയിംട്രോൺ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഉണ്ട്. എന്നാൽ ഇവരെ ഏറ്റവും കൂടുതലായിട്ട് സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് റേഡിയോവാല നെറ്റ്വർക്ക് ലിമിറ്റഡിലാണ്. അത് 7.8% ആണ് ഈ പുതുതായിട്ട് ഇവർ ആഡ് ചെയ്ത ഒരു സ്റ്റോക്ക്. അപ്പോൾ റേഡിയോവാല നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റോർ റേഡിയോ സർവീസസ് കമ്പനിയാണ്. അപ്പോൾ ഇവർ കമ്പനികൾക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള റേഡിയോ ചാനലുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 80 കോടി മാത്രമുള്ള ഒരു മൈക്രോ ക്യാപ്പ് അല്ലെങ്കിൽ ഒരു നാനോ ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 114 രൂപയാണ്. 150 വരെ ഇതിൻ്റെ ഹൈ പോയിരുന്നു. നല്ലൊരു ROCE 36% ROCEയും 46% ROEയും കാണിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിൽ. PE 81 എന്നുള്ള ഹൈ PE തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത്. അതേപോലെ തന്നെ ആശിഷ് കച്ചോലിയുടെ മറ്റൊരു സ്റ്റോക്ക് TBI കോൺ ലിമിറ്റഡ് ആണെന്ന് കാണാൻ കഴിയും. ഇതിൽ 4.2% ഹോൾഡിംഗ് ആണുള്ളത്. ഇതാണ് പുതുതായിട്ട് ആഡ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക്. അപ്പോൾ TBI കോൺ ലിമിറ്റഡ് എന്ന് പറയുന്നത് അഗ്രോ പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് കോൺ ബേസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളുടെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ എക്സ്പോർട്ടറുമാണ് ഈ TBI കോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇത് പുതുതായിട്ട് IPOയുമായിട്ട് വന്ന കമ്പനിയാണ്. ജൂൺ 7 2024 ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ്. അതിൻ്റെ ഇഷ്യൂ പ്രൈസ് 94 രൂപ മാത്രമായിരുന്നു ലിസ്റ്റിംഗ് ഡേയിൽ. പക്ഷേ 207 രൂപയിലാണ് ലിസ്റ്റ് ചെയ്തത്. വമ്പിച്ച ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ സ്റ്റോക്ക് നേടിയായിട്ട് കാണാൻ കഴിയും. കറണ്ട് പ്രൈസ് 186 രൂപയാണ്. അപ്പോൾ IPO പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം 97% പ്രോഫിറ്റിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 30.8 എന്നുള്ള ഒരു റീസണബിൾ PE റേഷ്യോയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ നമ്മൾ പരാമർശിച്ച സ്റ്റോക്കുകളിൽ ഈ TBI കോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഫേമസ് ഇന്ത്യൻ ഇൻവെസ്റ്ററായ വിജയ് കേരിയ, അദ്ദേഹം പുതുതായിട്ട് ആഡ് ചെയ്ത സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അത് ടാക് ഇൻഫോസെക് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതും പുതുതായിട്ട് IPOയുമായി വന്ന സ്റ്റോക്കായിരുന്നു. ഈ സ്റ്റോക്ക് പ്രധാനമായിട്ടും ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി കമ്പനിയായിട്ട് അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. ഇവർ ആ ഒരു മേഖലയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടാക് ഇൻഫോസെക് ലിമിറ്റഡ് ഏപ്രിൽ 5 ഇതിൻ്റെ IPO
വന്നത്. ഇഷ്യൂ പ്രൈസ് അന്ന് 106 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 304 എന്ന ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തു. അതായത് ആ ലിസ്റ്റിംഗ് ഡേയിൽ 187% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ സ്റ്റോക്ക് നേടുകയുണ്ടായി. കറണ്ട് പ്രൈസ് 766 ആണ്. അതായത് 622% ഒരു പ്രോഫിറ്റാണ് ഇതിൽ IPO പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും വിജയ് കേഡിയയുടെ ഒരു വൻ ലാഭം നേടിക്കൊടുത്ത ഒരു സ്റ്റോക്കായിട്ട് ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് പോയിന്റ് മാത്രമാണ്. അല്ലാതെ അതൊരിക്കലും നമുക്കൊരു ബൈ അല്ലെങ്കിൽ സെൽ ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കൂടാതെ ബിഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, അവരവരുടെ മൊത്തം ക്യാപിറ്റലിൻ്റെ എത്രയോ ചെറിയ ശതമാനമായിരിക്കും അവരുടെ ഒരു ഹോൾഡിങ് ഒരു സ്മോൾ ക്യാപ്പിലോ മൈക്രോ ക്യാപ്പിലോ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിലൊരു ലോസ് അവർക്ക് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ അവർക്ക് സാധിക്കും. എന്നാൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ബിഗ് ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള വാല്യുബിൾ ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.